മഹത്വം എടുക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് പ്രകാരമായി തീരുവാൻ നരകീട്ടിന്റെ ചെറിയ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല സാഹചര്യത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും വളരെ ചുരുക്കമെങ്കിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ തന്നെ ആയിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെ പാടുവാൻ പ്രിവേശാൻ ഇന്ന് രാത്രിയിൽ ദൈവയുടെ വരുത്തിയുള്ള കേട്ട് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ നമുക്ക് ഇടവന്നുള്ള കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സന്ദേശം, നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ലെ നമ്മുടെ സഭകളിലേക്കാൾ കൂടുതലായിട്ട് വിവിധ സമുദായ സഭകളിലും അതുപോലെ തന്നെ പല പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളിലൊക്കെ തുടർന്നു പോരുന്ന ഒരു പതിവാണല്ലോ ആദ്യഫല ശേഖരണവും അതിന്റെ ലേലവും. നമ്മൾ കണ്ടിട്ടുണ്ടാകും, പലയിടത്തും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യഫലം ശേഖരിക്കുകയും അത് ലേലം ചെയ്യുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് നേർന്നതും അല്ലാത്തതുമായ കൃഷിഫലങ്ങളും മൃഗസമ്പത്തും സഭയിൽ കൊണ്ടുവന്ന് അത് ലേലം വിളിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു പതിവുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് വളരെ പരിചിതമായ ഒരു പതിവാണ്. ചിലരിങ്ങനെ ആദ്യഫലം കൊണ്ടുവരുന്നതിന് വളരെ ഗൗരവമായി തന്നെ എടുക്കാറുണ്ട്. കൊണ്ടുവരുമ്പോൾ ഗൗരവമായി എടുക്കുക എന്ന് പറയുമ്പോൾ അവർ നാളുകൾക്ക് മുന്നമേ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്റെ പിന്നിൽ ഒരു നേർച്ചയും കഴിച്ചിട്ട് അതിന്റെ പൂർത്തീകരണത്തിൽ സന്തോഷത്തോടെ നേർന്നതിനെ ആദ്യഫലമായി സഭകളിൽ കൊണ്ടുവരാറുണ്ട്. അത് കൂടുതലും ചെയ്യാറുള്ളത് വിവിധ ക്രൈസ്തവ സമുദായങ്ങളിലാണ്. പെന്തക്കോസ്തുകാരിൽ അത്രയ്ക്കും ആ നിലയിലുള്ള സമർപ്പണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നേർച്ചയായിട്ടൊന്നും കാണാറില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതായത് ഈ ആദ്യഫലം അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനം ലഭിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ എന്ന ചിന്തയോടെ ഏറ്റവും മികച്ചതോ അല്ലാത്തതോ ആയ ചില വസ്തുക്കളെ കൊണ്ടുവരികയാണ് പതിവ്. ചിലപ്പോൾ അങ്ങനെ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഒരു ആഹ്വാനം കിട്ടിയപ്പോൾ കയ്യിലുള്ള ഏറ്റവും നല്ലത് കൊണ്ടേ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ആ നിലയിലുള്ള ഒരു വസ്തുക്കളെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഒരു പതിവ് നമ്മൾ കാണാറുണ്ട്. എല്ലാവരുടെയും സഭകളിൽ ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിൽ ഞാൻ നേർച്ചകളുടെ ഒരു പുതിയ നിയമശാസ്ത്രം അല്ലെങ്കിൽ ആ ദൈവശാസ്ത്രവും അങ്ങനെയൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കാനില്ല. അതിനുവേണ്ടിയൊന്നുമല്ല ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ആദ്യഫല കൊട്ടയുമായി ദേവാലയത്തിൽ ചെല്ലുവാൻ ജനത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില ആത്മീയ ചിന്തകളിൽ മാത്രമായി ഇന്നത്തെ സന്ദേശത്തെ ഒന്ന് പരിമിതപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമ ഉപദേശം അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണത്, ഈ ആദ്യഫലവുമായിട്ട് ദേവാലയത്തിൽ ചെല്ലുക എന്നുള്ളത്. അതിന്റെ പിന്നിൽ അതിലൂടെ ദൈവം എന്ത് ആണ് സന്ദർശിക്കുന്നത്, അതിൽ ചില പൊരുളുകൾ പുതിയ നിയമത്തിലേക്ക് മാറുന്നത് എന്താണെന്നുള്ളത് മാത്രം വിശദീകരിക്കാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആദ്യഫല സമർപ്പണത്തെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പുറപ്പാട്, ലേവ്യ ആ പുസ്തകങ്ങളിലൊക്കെ ഇതിന്റെ കൽപ്പന നൽകിയതിനെ കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് ആവർത്തന പുസ്തകത്തിലാണ് അതിനെ കൂടുതലായിട്ട് വിശദീകരിച്ച് നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ ആദ്യഫല യാഗം അവിടെ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ജനങ്ങൾ 23-ാം അധ്യായത്തിന് 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെ ജനങ്ങൾ ഒരു കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. അവൻ അത് കർത്താവിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ദൈവത്തിന്റെ യഹോവയുടെ മുമ്പാകെ നീരാജനം ചെയ്യണം. അന്നേരം ആ നീരാജനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അങ്ങനെ ആ കറ്റ വീശുന്നതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ ഹോമയാഗം, ഭോജനയാഗം, പാനീയ ബലി അങ്ങനെയുള്ള ഇതെല്ലാം ഇതിനോട് ചേർത്ത് സമർപ്പിക്കണമായിരുന്നു. അന്നേരം വലിയൊരു പെരുന്നാളാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ആദ്യഫല കറ്റയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമ വിശ്വാസികൾ ചെയ്തു പോരുന്നത്. പിന്നീട് പിന്നീട് മോശ അവസാനം ആവർത്തന പുസ്തകം എഴുതുമ്പോൾ അതിൽ 26-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അല്പം ചരിത്രപരമായിട്ടൂടെ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ വർഷവും വസന്തകാലത്തിന്റെ തുടക്കത്തിലുള്ള ആ ധാന്യ വിളവെടുപ്പ് അതിന്റെ ആരംഭത്തിൽ നടക്കുന്ന ഒരു യഹൂദ ഉത്സവമായിരുന്നു ഈ ആദ്യഫല കറ്റ അല്ലെങ്കിൽ ആദ്യഫല പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ പെസഹ അവരുടെ ഒരു ഉത്സവമാണല്ലോ പെസഹ ആചരിച്ചു കഴിഞ്ഞ് 3-ാം ദിവസവും അതുപോലെ തന്നെ പെസഹയുടെ നെക്സ്റ്റ് ഡേയിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 2-ാം ദിവസവും ആയ നീസാൻ മാസം 16-ാം തീയതിയിലാണ് ഈ ആദ്യഫല കറ്റയുടെ പെരുന്നാൾ അവർ ആചരിച്ചു പോന്നിരുന്നത്. അന്നേരം പഴയ നിയമത്തിൽ ആദ്യഫലങ്ങൾ ദൈവത്തിന്റെ കരുതലിനോടുള്ള നന്ദിയുടെ സമയമായിരുന്നു. പലപ്പോഴും നമ്മൾക്കൊക്കെ നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോഴൊക്കെ നമുക്കൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നമുക്ക്. കാരണം ആ നിലയിൽ
ആ നിലയിലുള്ള ഒരു ആഹ്വാനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളൊക്കെ അലിഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ, നമ്മളെ കൊണ്ടുവന്ന കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ ഭൗതിക കാര്യങ്ങളിലാണ് കൂടുതലും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. ആത്മീയ വിടുതലിനെ കുറിച്ചൊന്നും നമ്മൾ അത്രയും ചിന്തിക്കാറില്ല. എന്നല്ലെങ്കിലും ഭൗതിക കാര്യങ്ങളുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിലൊക്കെ ഉണ്ടായ വിടുതലുകളിലൊക്കെ വലിയ നമുക്ക് മനസ്താപത്തോടെ കണ്ണുനീരോടെ ഒക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുണ്ടല്ലോ. അതുപോലെ തന്നെ അങ്ങനെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ കരുതലിനോടുള്ള ബന്ധത്തിലായിരുന്നു അവർ ആദ്യഫലങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്നിരുന്നത്. ആ ആദ്യഫല യാഗം അർപ്പിക്കുന്ന, അല്ലെങ്കിൽ ആദ്യഫല യാഗം, അല്ലെങ്കിൽ അത് ശേഖരിച്ച് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അത് അർപ്പിക്കുന്നത് വരെ അവരുടെ ഇടയിൽ, നമ്മൾ വസന്തകാലത്തിനിടയിൽ ആ വിളവെടുപ്പിന്റെ ആരംഭത്തോട് ചേർന്നുള്ള ഈ ഉത്സവം തീരാതെ അവർ മറ്റൊരു ധാന്യവും വിളവെടുപ്പിന് അവർ ചെയ്യാറ്, അല്ലെങ്കിൽ അത് പാടുള്ളതല്ല. അങ്ങനെ വിളവെടുക്കുക ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഇടയിൽ നിഷ്കർഷിച്ചിരുന്നത്. നമ്മൾ ഇസ്രായേൽ ജനത്തെ നോക്കുകയാണെങ്കിൽ അവർക്ക് ആചരിക്കാൻ കൽപ്പന ലഭിച്ചത് പ്രധാനമായും 7 ഉത്സവങ്ങളായിരുന്നു. അതിൽ ആദ്യത്തെ 3 ഉത്സവങ്ങൾ മാത്രം ഒന്ന് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പെസഹായാണ്. അത് ആബീബ് മാസത്തിൽ, അല്ലെങ്കിൽ നിസാൻ മാസത്തിന്റെ 14-ാം തീയതിയാണ് അത് നടക്കുന്നത്. അതിനുശേഷം രണ്ടാമത് നടക്കുന്ന അതിന്റെ അടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. അതിന് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതിന് 3-ാമത്തെ ദിവസം 16-ാം തീയതി നടക്കുന്നതാണ് ആദ്യഫല കറ്റയുടെ പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളായിരുന്നു ആദ്യത്തെ 3 പെരുന്നാളുകളായി യഹൂദ ജനം ആചരിച്ചിരുന്നത്. പെസഹ എന്ന് പറയുമ്പോൾ പെസഹായുടെ അതിന്റെ അർത്ഥവും അതിന്റെ ആഴവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളറിയാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ നിരവധി തവണ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദിനത്തിൽ അതെങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ ദിനത്തിൽ മിസ്രൈമിനെ ബാധിച്ച ആ വലിയ ബാധയിൽ നിന്നും അവർ രക്ഷപ്പെട്ടത് ആട്ടിൻകുട്ടിയുടെ രക്തം വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും ഒക്കെ പുരട്ടിയതിനാലാണ്. അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് അതൊക്കെ അറിയാമല്ലോ. ഈ വലിയ വിടുതലിന്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു അവർ പെസഹ ആചരിച്ചിരുന്നത്. കർത്താവിന്റെ കാലത്തും അത് ആചരിച്ചതിനെ കുറിച്ചൊക്കെ നമുക്ക് രേഖകൾ വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടല്ലോ. എല്ലാ വർഷവും ആദ്യ മാസമായ ആബിബ് അല്ലെങ്കിൽ നീസാൻ മാസം 14-ാം തീയതി ആയിരുന്നു അവർ അതിനായി വേർതിരിച്ച് ആചരിച്ചിരുന്നത്. ഈ പെസഹ കർത്താവിന്റെ കാൽവരിയിലെ പ്രായശ്ചിത്ത മരണത്തെ, അല്ലെങ്കിൽ പ്രായശ്ചിത്ത യാഗത്തെ സൂചിപ്പിക്കുന്നതാണെന്നും നമുക്കറിയാം. നമ്മളും അങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളൊക്കെ ആ നിലയിൽ വിശദീകരിക്കാറൊക്കെ ഉണ്ടല്ലോ. കർത്താവിലും ആ പ്രായശ്ചിത്ത യാഗത്തിലും വിശ്വസിച്ച നമുക്ക് ഓരോരുത്തർക്കും നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ നിത്യ മരണത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഇനി യോഹന്നാൻ സ്നാപകൻ അതിനെ ഒന്ന് വിവരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രഖ്യാപിക്കുന്നത് ഇപ്രകാരമായിരുന്നു. കാൽവരി ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ ദൗത്യത്തെ, അല്ലെങ്കിൽ പഴയ നിയമ പെസഹായുടെ പൊരുളായ കാൽവരി ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ ദൗത്യത്തെ പ്രഖ്യാപിച്ചത് ഇപ്രകാരമായിരുന്നു: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. അനേകം ആളുകൾ, യോഹന്നാന്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കത്തക്ക വിധത്തിൽ അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ആ പ്രഖ്യാപനം. അതായത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ച് ഇടയന്മാരാൽ സന്ദർശിക്കപ്പെട്ട് കൊല്ലുവാനായി ഏൽപ്പിക്കപ്പെട്ട് ആ കുഞ്ഞാടാണ് നമുക്ക് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടതെന്ന് നാം വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രായശ്ചിത്ത മരണത്തിലൂടെ, അല്ലെങ്കിൽ യാഗത്തിലൂടെ നാം ഓരോരുത്തരും അർഹിക്കുന്ന ന്യായവിധിയെ മറികടക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിക്കുന്നു എന്നുള്ളത് ആ പെസഹ അതിന്റെ പൊരുളായി നമുക്കറിയാവുന്നതാണല്ലോ. ഇനി രണ്ടാമതായി കണ്ടത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ഇത് പെസഹായുടെ അടുത്ത ദിവസം മുതൽ, അതായത് 15-ാം തീയതി മുതൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണ്. ഈ 7 ദിവസവും അവർ ഭക്ഷിക്കേണ്ടത് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പം മാത്രം ഭക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ പുളിപ്പ് പലപ്പോഴും മിക്കവാറും സന്ദർഭങ്ങളിലൊക്കെ പാപത്തെയും ക്ഷയത്തെയും പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ പുളിപ്പ് എന്നുള്ളതിനെ കുറിച്ച്. പരീക്ഷന്മാരുടെ പുളിപ്പിനെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. അന്നേരം ആ പുളിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കലക്കി വെച്ച മാവിൽ, നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ മാവ് ഉണ്ടാക്കിയും അപ്പം ഉണ്ടാക്കിയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. കലക്കി വെച്ച മാവിൽ അല്പം പുളിപ്പ്, അല്ലെങ്കിൽ അല്പം ഈസ്റ്റ് ഒരിക്കൽ ചേർത്താൽ, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം ഉൾപ്പെടുത്തിയാൽ അത് ആ മാവിന്റെ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് പിന്നെ അതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അത് അതിന്മേൽ പ്രവർത്തിച്ച് അതിന്റെ ഒരു പ്രവൃത്തി അതിന്മേൽ ചെയ്ത് അതിന്റെ സ്വഭാവത്തെ എല്ലാം മാറ്റുമെന്നുള്ളത് നമുക്കറിയാമല്ലോ. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ പാപം ചെലുത്തുന്ന സ്വാധീനം ഇതുപോലെ തന്നെ സത്യമാണ്.
ഒരല്പം പാപം നമ്മുടെ പാപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയെ പൂർണ്ണമായും അത് നശിപ്പിച്ചിട്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു, അല്ലെങ്കിൽ നിത്യമരണത്തിന് യോഗ്യരാക്കി മാറ്റുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അത് ഏദനിലെ അനുസരണക്കേടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവിടെ സംഭവിച്ച ആ ഒറ്റ അനുസരണക്കേട് അത് എന്ത് ചെയ്തു? ഒരു അല്പം എന്ന് പറയുന്ന പോലെ, കുറച്ച് ഈസ്റ്റ് ഒരു വലിയ കൂട്ടം അല്ലെങ്കിൽ വലിയ കലത്തിലിരിക്കുന്ന മാവിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ സകല മനുഷ്യരിലും ഒരുപോലെ ശിക്ഷാവിധിക്ക് യോഗ്യരായി മാറി എന്നുള്ള ആ ഒരു സത്യം ഇത് നമുക്കൊക്കെ അറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ പുളിപ്പില്ലാത്ത അപ്പം യേശുവിന്റെ പാപരഹിതമായ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നത് അവൻ മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കുള്ള സമ്പൂർണ്ണ യാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ മുന്നോട്ട് പോകുമ്പോൾ പഴയ നിയമ ആ ജനം അല്ലെങ്കിൽ പഴയ നിയമസഭ നോർമൽ ഇസ്രായേലിയർ അവർ ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതിന്റെ പൊരുളായ ക്രിസ്തുയേശുവിന്റെ യാഗത്താൽ അല്ലെങ്കിൽ യാഗത്തിൽ കൂടി രക്ഷാനിർണയം പ്രാപിച്ച് അങ്ങനെ അവർ പ്രാപിച്ച് അല്ലെങ്കിൽ പെസഹ ആചരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കൊരു വിടുതൽ കിട്ടിയത് അവർ ഓർക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ക്രിസ്തുയേശുവിന്റെ യാഗത്തിൽ കൂടെ നമുക്കൊരു രക്ഷാനിർണയം നാം ഓരോരുത്തരും പ്രാപിച്ച് നമ്മൾ പുളിപ്പിന്റെ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരു വേർപാടും വിശുദ്ധിയും ഒക്കെ അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു സത്യമാണ് ആ രണ്ടാമത്തെ പെരുന്നാളായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നമ്മളെ ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. നമ്മൾ അതിൽ നിന്നൊരു വേർപാടും വിശുദ്ധിയും ഉള്ളവരായിരിക്കാൻ, എല്ലാ കാലത്തും ഒരു വേർപാടും വിശുദ്ധിയും ഉള്ളവരായിരിക്കാൻ നമ്മളെ അത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നത് 7 ദിവസം അനുഷ്ഠിക്കണമെന്നാണ്. 7 ദിവസവും 7 ദിവസം എന്ന് പറയുമ്പോൾ 7 എന്നത് വേദപുസ്തക പ്രകാരം 7 ഒരു പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. വെളിപ്പാട് പുസ്തകങ്ങളിലും മറ്റുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കറിയാം അതൊരു പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ് 7 ദിവസം എന്ന് പറയുന്നത്. ആഴ്ചയിലെ 7 ദിവസം മുഴുവൻ ദിവസം, അതായത് നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ അതിനായി സമർപ്പിക്കണം. ആ 7 ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഒരു വിശുദ്ധിയും വേർപാടിനും വേണ്ടി ആയിരിക്കണം എന്നുള്ളതാണ് ആ വാക്യങ്ങൾ അല്ലെങ്കിൽ ആ വചനങ്ങൾ നമ്മെ ആഹ്വാനം അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി 14-ാം തീയതി പെസഹ ആചരിച്ച്, അതായത് പുതിയ നിയമപ്രകാരം നീതീകരണം പ്രാപിച്ചവർ തുടർന്ന് അങ്ങോട്ട് പുളിപ്പില്ലാത്ത അപ്പം അല്ലെങ്കിൽ പാപരഹിതമായ ജീവിതം നയിക്കണമെന്ന ആ ആശയം അവിടെ നിന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ. തുടർന്ന് 3-ാം ദിവസം, അതായത് 16-ാം തീയതി, അവർ എന്ത് ചെയ്യും? ആദ്യഫലക്കറ്റിയുമായി ഈ ദേവാലയത്തിൽ അവരെല്ലാവരും വരണം. അതായത് ദൈവം നൽകിയ എല്ലാത്തിനും നന്ദി പറയുന്നതിനും ദൈവത്തെ ബഹുമാനിക്കുന്നതിനുമായിട്ടാണ് അവർ ആ ദേവാലയത്തിലേക്ക് അവർ കടന്നു വരേണ്ടത്. നമ്മൾ പഴയ നിയമ ജനത്തെ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർക്കത് അറിയില്ലായിരുന്നുവെങ്കിലും ഇസ്രായേൽ ജനം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറുന്ന ഒരു ദിവസത്തെ അവർ ആഘോഷിക്കുകയായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു പിൽക്കാലത്ത് ഈ ദിവസത്തിന് വലിയ പ്രസക്തി ഉണ്ടാവും എന്നുള്ളത്. ഈ ആദ്യഫലക്കറ്റ പെരുന്നാൾ അല്ലെങ്കിൽ ആദ്യഫലക്ക് 3-ാം ദിവസം ഒരു പ്രത്യേക ആദ്യഫലത്തിൻ്റെതായ ഒരു അനുഭവം, അതൊരു പ്രത്യേകമായ ഒരു ദിവസമായി മാറുമെന്നുള്ളത് അവർക്ക് അറിയത്തില്ലായിരുന്നു. നിസാൻ മാസം 14-ാം തീയതിയിൽ ആ പുരോഹിതന്മാർ പെസഹ കുഞ്ഞാടുകളെ ബലിയർപ്പിച്ച് പിന്നീട് 3-ാം ദിവസമായ നിസാൻ മാസം 16-ാം തീയതിയിൽ ആദ്യഫലക് പെരുന്നാൾ അവർ ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നതിന്റെ 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇവിടെ ആദ്യഫലമായി എന്നത് ഭാവിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനേകരിൽ നിന്നും ആദ്യമായി ഉയർത്തെഴുന്നേറ്റവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം ആദ്യഫലക്കറ്റയുടെ 3-ാം ദിവസം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് അനേകർ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ ആ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർ അനേകർ കർത്താവിന്റെ അടുക്കിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുന്നതിന്റെ അതിന്റെ ഒരു ആരംഭം എന്ന നിലയിൽ ആദ്യഫലമായി കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയുടെ അടിസ്ഥാനം ഇത് തന്നെയാണല്ലോ. ഇതാണല്ലോ നമ്മുടെ ആ ഉറപ്പ് അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളിന്മേലുള്ള ഉറപ്പ്. പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇന്ന് സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ നയിക്കുന്ന, നമ്മെ ആഹ്വാനം ചെയ്യുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് തന്നെയാണല്ലോ. അതുകൊണ്ട് അവൻ നമുക്ക് തന്ന വാഗ്ദത്തങ്ങളെല്ലാം തന്നെ അവൻ നിറവേറ്റുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, അതിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാം.
കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ അവൻ നമ്മെ ഒരു നാളും കൈവിടില്ല. അവന്റെ വാക്തത്വമാണ്, ഒരു നാളും അവൻ കൈവിടില്ല. ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടി അവൻ ഇരിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ നമ്മളെ അവൻ ഇരിക്കുന്നിടത്തേക്ക് ചേർക്കേണ്ടതിന് യേശു രണ്ടാമതും മടങ്ങി വരും. ഈ വാക്തത്വങ്ങളെല്ലാം അവൻ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിലൂടെ നമുക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തുകയായിരുന്നു. അവൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിന്മേലൊക്കെ ആ ഉറപ്പ് വരുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ അവിടെ കൂടുതൽ വിവരിക്കുന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യ ഫലത്തെ കുറിച്ചും അത് എങ്ങനെയാണെന്നുള്ളതും അത് ഏത് നിലയിലാണെന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ പഴയ നിയമത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ പഴയ നിയമത്തിൽ ആദ്യഫലം വഴിപാടിനോടുള്ള ബന്ധത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ നോക്കുമ്പോൾ ചില ആത്മീയ അനുഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിൽ ഈജിപ്തിൽ ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കഴിയുന്നത്. ഈജിപ്തിൽ താമസിച്ചതിന്റെയും അവർക്ക് അവിടെ ഉണ്ടായിരുന്ന അടിമത്തിൽ നിന്നുള്ള ദൈവിക വിടുതലിനെയും തുടർന്ന് തേനും പാലും ഒഴുകുന്ന ദേശം അവർക്ക് അവകാശമായി ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് അവർ ഈ വഴിപാട് നടത്തിയിരുന്നത്. അവരെ വിളിച്ചു, അവരോട് വാഗ്ദത്തം ചെയ്തു, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവർ ആ ദേശത്തിൽ ചെന്നു. ആ ദേശത്തിൽ അവർ കൃഷി ചെയ്തു. അവർക്ക് ലഭിച്ച ദേശത്തിൽ നിന്ന്, അവർക്ക് ലഭിച്ച ഫലത്തിൽ നിന്ന് ആദ്യത്തെ ഫലം എടുത്താണ് അവർ പോകുന്നത്. അന്നേരം അടിമത്തത്തിൽ നിന്ന് അവിടേക്ക് ചെന്ന, അല്ലെങ്കിൽ ആ സന്തോഷം പ്രാപിച്ചതിന്റെ ആ സന്തോഷത്തിലും അതിന്റെ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ ആ ആഹ്ലാദത്തിലാണ് അവർ അതെല്ലാം പറക്കിയെടുത്തുകൊണ്ട് അവിടെ ചെല്ലുന്നത്. ആദാമി പാപത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ച് നാം എല്ലാവരും പാപത്തോട് പോരാടുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നവരാകണം. അതിന്റെ ഒപ്പം തന്നെ ഈ പഴയ നിയമ വിശ്വാസികൾ പെസഹ ആചരണത്തിന് ശേഷം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും പുതിയ നിയമ വിശ്വാസികൾ, അതായത് നമ്മൾ വേർപാടിനെയും വിശുദ്ധിയും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതും ആചരിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, അതിനുശേഷം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നാമത്തെ ദിവസം അവർക്ക് ലഭിച്ച ആ നന്മകളുടെ ആദ്യഫലം ദേവാലയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനോടുകൂടി അവർ വിവിധ യാഗങ്ങളും അവർ അർപ്പിക്കുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ യാഗങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പൂർത്തീകരിച്ചതിനാൽ പഴയ നിയമ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും മൃഗയാഗങ്ങളുടെ അകമ്പടി ഇല്ലാതെ തന്നെ ക്രിസ്തുയേശുവിൽ കൂടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച ആത്മീയ നന്മകളെ പ്രതി കടന്നു ചെല്ലേണ്ടതുണ്ട്. നമ്മളോട് അതാ പറയുന്നത്. ആദ്യ ഫലക്കറ്റ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ, അതിന്റെ പൊരുളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് ലഭിച്ച ആത്മീയ നന്മകളെ പ്രതി നാം പിതാവിന്റെ സന്നിധിയിൽ ക്രിസ്തുയേശുവിൽ കൂടെ നാം കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിന് നാം എന്ത് ചെയ്യുന്നുണ്ട്? നീതീകരണം പ്രാപിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. തുടർന്നൊരു വിശുദ്ധ ജീവിതം അത് സംഭവിക്കണം. ആ വിശുദ്ധ ജീവിതത്തിന്റെ മധ്യയാണ് നമുക്ക് ലഭിച്ച ഫലങ്ങളുമായി നമുക്ക് ആ ദൈവത്തോടുള്ള അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ നാം ചെല്ലേണ്ടത്. ഈ ഭൂമിയിലെ വസ്തുക്കളെല്ലാം തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. കാരണം നിത്യന്യായവിധി വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സകല സമ്പത്തുകളും, നമ്മൾ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതെല്ലാം തീയിൽ ശോധന ചെയ്യുമ്പോൾ അതെല്ലാം ഇല്ലാതെ പോകും എന്നുള്ളതൊക്കെ അറിയാം. എന്നാൽ ആ തീക്കായി സൂക്ഷിച്ചു അതിൽ വെച്ചതിൽ നിന്ന് ചിലതെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല. അല്പം ആത്മീയമായി ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ആ അർത്ഥമൊക്കെ മനസ്സിലാക്കും. ഈ ഭൂമിയിലുള്ള ഒരു സമ്പത്ത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു വസ്തുക്കളെ കൊണ്ടല്ല അവിടെ ചെല്ലേണ്ടത്. പുതിയ നിയമ വിശ്വാസികൾ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ഈ ഭൂമിയിലെ വസ്തുക്കളെ അതിന്റെ പേരിൽ നേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം തന്ന നന്മയിൽ ഒരു ഭാഗം എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഇതാന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആ പഴയ നിയമ വിശ്വാസികളെ പോലെ ആയിരിക്കുവാനല്ല നമുക്കുള്ള ആഹ്വാനം. എന്നാൽ ചില ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായി നമ്മെ നിയോഗങ്ങൾ തന്ന് നമ്മളെ അയച്ച ദൈവം മുമ്പാകെ നമ്മൾ കാഴ്ചവെക്കേണ്ടത് തീർച്ചയായും ആത്മീയ ഫലങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് നല്ല നിയോഗങ്ങളുണ്ട്. നമ്മുടെ ഓരോ കാലങ്ങളിൽ നമ്മളോട് ദൈവം സംസാരിക്കും, ദൈവം നമ്മളോട് ഇടപെടുകയും ദൈവം നമ്മെ നടത്തിയ വിധങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില ആത്മീയ ഫലങ്ങൾ നാം ദൈവം മുമ്പാകെ കാഴ്ചവെക്കേണ്ടവരാണ്. ഓരോ ദിവസവും ക്രിസ്തുയേശുവിനോട് അനുരൂപപ്പെടുന്നവരായി, അല്ലെങ്കിൽ അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുന്നവരായി നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരുന്നതാണ് ദൈവം മുമ്പാകെ നമുക്ക് കാഴ്ചവെക്കാനുള്ള ഓരോ പുതിയ സീസണിലെയും പുതിയ ഫലങ്ങൾ. യഹൂദ ജനം അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പുതിയ വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ അവർ എന്തുവാണോ ആ വർഷം കൃഷി ചെയ്തത് അതിന്റെ ആദ്യത്തെ ഫലം എടുത്തു ചെല്ലുന്നത് പോലെ ഓരോ പുതിയ സീസണിൽ, അല്ലെങ്കിൽ ഓരോ പുതിയ ദിവസങ്ങളിൽ, ഓരോ പുതിയ ആത്മീയ അനുഭവങ്ങളിൽ അതിലൊക്കെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഫലവുമായിട്ട് ദൈവസന്നിധി ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം. പഴയ നിയമസഭ അന്ന് അർപ്പിച്ചത് അവർക്ക് അവകാശമായി ലഭിച്ച കനാൻ നാട്ടിലെ ഭൗതിക നന്മകളിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ദൈവരാജ്യത്തിൽ കടന്ന് അവിടെ അവകാശം പ്രാപിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും അവിടെ നിന്ന് നമുക്ക് ലഭിച്ച ഫലവുമായാണ് ദൈവസന്നിധിയിൽ എത്തേണ്ടത്.
ഞാൻ മുമ്പ് നമ്മുടെ സഭകളിലൊക്കെ നടന്നിരുന്ന ആദ്യഫല ശേഖരണത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അല്പം കൂടി സൂക്ഷ്മമായി അതിനെയൊക്കെ നമ്മൾ വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചിലർ വലിയ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി തന്നെ ആ ഭൗതിക സമ്പത്തുകളെ ദൈവസന്നിധി കൊണ്ടുവരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായും അവർക്ക് അവരുടെ കൃഷിഫലങ്ങളിൽ അല്ലെങ്കിൽ അവർക്കുണ്ടായതിൽ ആദ്യം ഉണ്ടായതും ഏറ്റവും പരിചരണം ലഭിച്ചതും എന്ന നിലയിൽ ഏറ്റവും മെച്ചപ്പെട്ടത് തന്നെയായിരിക്കും അവർ ഈ ദൈവസഭകളിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മകളിലൊക്കെ കൊണ്ടുവരുന്നതെന്ന് കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ചിലത് സമർപ്പിക്കാൻ നിർബന്ധിതരാകുന്നതും അതും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അവരും ശരിക്കും പറഞ്ഞാൽ ആദ്യമേ മുമ്പേ അല്ലെങ്കിൽ മുമ്പേ സമർപ്പിച്ച് തീരുമാനിച്ചതൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും ചിലതൊക്കെ അവരും കൊണ്ടുവരാറുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ആ പ്രാദേശിക സഭയ്ക്ക് ഒരു അനുഗ്രഹമാകാറുണ്ട്, സാമ്പത്തികമായൊക്കെ ഒരു അനുഗ്രഹമാകാറുണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നതും സമർപ്പിക്കുന്നതുമായ ഫലങ്ങൾ ആത്മമണ്ഡലത്തിലെ ചിലരുടെ പുതിയ സമർപ്പണത്തിനും ക്രമീകരണത്തിനും കാരണമാകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന ഫലങ്ങളെ കുറിച്ച് നാം കൂടുതൽ ശ്രദ്ധയുള്ളവരോ അല്ലെങ്കിൽ ബോധമുള്ളവരുമായിരിക്കണം എന്നുള്ളത് ആ ഒരു ആഹ്വാനം കൂടെ നമുക്ക് ഈ സന്ദേശത്തിൽ നമ്മളോട് പകരപ്പെടുന്നുണ്ട്. എന്റെ ഇന്നത്തെ സന്ദേശം ഏതെങ്കിലും ഒരു കൃഷി സമ്പത്തോ അതുപോലെ മറ്റെന്തെങ്കിലും സഭയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ആഹ്വാനമായിട്ട് ആരും എടുക്കരുത്. ആത്മീയ ലോകത്തിൽ ഫലമുള്ളവരാകുവാനായിട്ട് നാം ഉത്സാഹിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ ഉപമയിലെ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെ പോലെ നമ്മുടെ നിയോഗങ്ങളെ കുറിച്ച് അറിവുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ആത്മീയ അർത്ഥത്തിൽ പറയുന്നുണ്ട്, ആത്മാക്കളുടെ ആദ്യ ഫലമായി ചിലരെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു: അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവിൻ. ആസിയയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിന് വന്ദനം ചൊല്ലുവിൻ. കൊരിന്ത്യ ലേഖനത്തിലും 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബം അക്കായിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് ഒരു വലിയ വിളവെടുപ്പിന്റെ ആദ്യ ഭാഗമായ ആദ്യ ഫലം അർപ്പിക്കുന്നത് പോലെ ഈ വ്യക്തികൾ ആ പ്രദേശത്തെ കർത്താവിൽ വിശ്വസിക്കുവാനുള്ള അനേകരിൽ ആദ്യത്തേതായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് ഇവിടുത്തെ സ്തേഫാനോസിനെ കുറിച്ച് പറയുമ്പോൾ, എപ്പൈനത്തോസിനെ കുറിച്ച് പറയുമ്പോൾ, അവർ ആ ദേശത്ത് ആദ്യമായി കർത്താവിൽ വിശ്വസിച്ച് ഇനി വലിയൊരു വിളവെടുപ്പിന് വേണ്ടിയുള്ള ഒരു മുഖാന്തരം, അതിനൊരു ആരംഭം എന്ന നിലയിലാണ് അതിനെ അർത്ഥമാക്കുന്നത്. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട സമയവും പ്രദേശവും കണക്കിലെടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഭവനവും ഒക്കെ നമ്മളെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ, അവിടെ വരുവാനുള്ള ഒരു വലിയ കൊയ്ത്തിന്റെ ആദ്യ ഫലം എന്ന പോലെ നമ്മളും മാറേണ്ടതിനായി ഉത്സാഹിക്കുവാൻ തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഓരോ വ്യക്തിയും കർത്താവിനെ അറിയുമ്പോൾ തന്നെ അവരിലൂടെ ചില പിൽക്കാല ഫലങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളൊരു സത്യമാണ് ഇന്നത്തെ ഈ ചിന്തയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആദ്യ ഫലക്കറ്റെ യഹോവയ്ക്കായി നീക്കി വെച്ചതുപോലെ നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നാം ദൈവമഹത്വത്തിനായി വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള ഓർമ്മ നമ്മെ എപ്പോഴും ഭരിക്കട്ടെ, എപ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ അത് ഉണ്ടാകട്ടെ. ഭൗതിക സമ്പത്തിൽ നിന്ന് നൽകുന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭൗതിക സമ്പത്തിനെ കുറിച്ച് അതിനെക്കുറിച്ച് അല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എങ്കിലും ഭൗതിക സമ്പത്തിൽ നിന്ന് നൽകുന്നതിനെ കുറിച്ച് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ. പുതിയ നിയമത്തിലെ ദാനധർമ്മങ്ങളിൽ ആദ്യഫലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അങ്ങനെ ആയിരുന്നാലും എല്ലാ ആഴ്ചയുടെയും 1-ാം ദിവസമായ ഒരു ശേഖരം നീക്കിവെക്കാൻ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യഫലം അർപ്പിക്കുന്നത് സ്തോത്രത്തിന്റെ ഒരു അവസരമായിരുന്നു പോലെ ക്രിസ്തു വിശ്വാസികൾ സന്തോഷത്തോടെയും ഉദാരമായി നൽകണം എന്ന് തന്നെയാണ് നമുക്കുള്ള പ്രമാണം. എങ്കിലും ആത്യന്തികമായി നാം ഓർക്കേണ്ടത് ആദ്യഫലങ്ങൾ ദൈവത്തിന്റെ ആത്മാക്കളുടെ വിളവെടുപ്പിനെ പ്രതീകപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളിൽ ഒരു വ്യക്തി, നമ്മുടെ കൂട്ടത്തിൽ ഒരു പുതിയൊരു വ്യക്തി വരുമ്പോൾ, അവൻ പിന്നെയും പുതിയ ചില വിളവെടുപ്പിന് വേണ്ടി അതിനുള്ള മുഖാന്തരമായി അല്ലെങ്കിൽ ഇനി വലിയൊരു വിളവെടുപ്പിന് വേണ്ടി അതിന് കാരണമായി തീരുന്നു എന്നുള്ള കാര്യം, ആ വിളവെടുപ്പിനെയാണ് അതിനെ പ്രതീകപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വകാര്യതയിൽ ഒരു ആദ്യഫലം എങ്ങനെയൊക്കെ ദൈവത്തിന് മുന്നിൽ പ്രസാദമാകുമോ അപ്രകാരം എല്ലാം ആയിത്തീരുവാൻ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്നും ഉണ്ടായിത്തീരട്ടെ. അത് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തിനായി നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ അവൻ നമുക്ക് നൽകിയതിൽ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ ആദ്യഫലം അല്ലെങ്കിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ആദ്യത്തേത് അതിനോട് കൂടെ ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചത്, ആദ്യത്തേത് കൂടാതെ ഏറ്റവും മികച്ചത് അവന് തിരികെ നൽകാൻ
നൽകാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിൽ അതെന്നുള്ളത് നാം മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മളെ തന്നെയാണെന്നുള്ള ആ വലിയ സത്യം ഈ നാളുകളിൽ നാം ഓരോരുത്തരും അറിയട്ടെ. നമുക്ക് കാരണം നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. പ്രസാദിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ സമർപ്പണവും നമ്മുടെ അനുസരണവും നമ്മളെ തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതുമാണ്. അതാണ് ദൈവത്തിന് പ്രസാദമായി തന്നത്. പഴയ നിയമത്തിൽ അവർ നന്ദിയോടെ അവർക്ക് ലഭിച്ച സമ്പത്തിൽ നിന്ന് അവർ സമർപ്പിക്കാൻ കടന്നു വന്നതുപോലെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളെ തന്നെ ചില ആത്മഫലങ്ങളുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് പൂർണ്ണ സമർപ്പണത്തോടെ കടന്നു വരുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടവരട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നൽകാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മളെ തന്നെയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒന്നുമില്ല. ദൈവം ഏറ്റവും വിലയുള്ളതായി കാണുന്നതും നമ്മളെ തന്നെയാണ്. സർവ്വലോകത്തെക്കാളും വിലയേറിയ ആ വിലയുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവുള്ള എന്നുള്ളത് നാം ഓർക്കട്ടെ. വിശ്വാസത്തിലും പ്രത്യാശയിലും അധിഷ്ഠിതവും പാപരഹിതവുമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടവരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയവരിലും കർത്താവ് ഈ നിലയിലുള്ള ഒരു ആത്മീക ഫലത്തിനും ആ വെളിവെടുപ്പിനും ദൈവനാമ മഹത്വത്തിനും ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നിരിക്കുന്നു. കർത്താവ് വചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലെയൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ, ഇതുപോലെയൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലെയൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനെ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനെ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു അങ്ങേ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു അങ്ങേ, സ്തുതികൾക്ക് യോഗ്യനായി. തേജസ്സിന്റെ പൂർണ്ണനായി, സ്തുതി
തേജസ്സിന്റെ പൂർണ്ണനായി സ്തുതികൾക്ക് യോഗ്യനായി